ചാണക്യൻ എന്ന കൗടില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലും ചാണക്യനീതിയിലും മനുഷ്യജീവിതം, നേതൃത്വം, ബന്ധങ്ങൾ, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് നിരവധി പ്രായോഗിക ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവയിൽ നിന്ന് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ചില പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. ഒന്ന്, വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. പണം നഷ്ടപ്പെടാം, എന്നാൽ നേടിയ അറിവും കഴിവുകളും ജീവിതത്തിൽ വീണ്ടും പ്രയോജനപ്പെടുത്താം. സമയത്തിന്റെ വില മനസ്സിലാക്കുക. നഷ്ടപ്പെട്ട സമയത്തെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതിനാൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. മൂന്നാമതായി പറയുന്നത്, ലക്ഷ്യം വ്യക്തമായിരിക്കണം. എന്താണ് നേടേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനായി ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിക്കണം. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. സ്വന്തം പദ്ധതികളും ദൗർബല്യങ്ങളും എല്ലാവരോടും പങ്കുവെക്കുന്നത് ഒഴിവാക്കുക. വിശ്വാസമുള്ളവരോട് മാത്രമേ കാര്യങ്ങൾ പറയാവൂ. തീരുമാനങ്ങളിൽ വിവേകം വേണം. വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രവർത്തിക്കണം. നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ സ്വഭാവത്തെയും ഭാവിയെയും സുഹൃത്തുക്കൾ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതിനാൽ നല്ല ചിന്താഗതിയുള്ളവരുമായി ബന്ധം പുലർത്തുക. പ്രതിസന്ധികളിൽ ധൈര്യം കൈവിടരുത്. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. അവയിൽ നിന്ന് പഠിച്ച് കൂടുതൽ ശക്തരാകുക എന്നതാണ് പ്രധാനം. സ്വയം നിയന്ത്രണം നേടുക. കോപം, അത്യാഗ്രഹം, അഹങ്കാരം തുടങ്ങിയവ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. ശത്രുവിനെ ഒരിക്കലും ലഘുവായി കാണരുത്. എതിരാളിയുടെ കഴിവുകളും സാഹചര്യങ്ങളും മനസ്സിലാക്കി മാത്രമേ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാവൂ. കഠിനാധ്വാനവും ആസൂത്രണവും ഒരുമിക്കണം. പരിശ്രമം മാത്രം പോരാ. എന്തിനാണ് പരിശ്രമിക്കുന്നതെന്നും എങ്ങനെ ലക്ഷ്യത്തിലെത്താമെന്നും മുൻകൂട്ടി ചിന്തിക്കണം. സമ്പത്ത് വിവേകത്തോടെ ഉപയോഗിക്കുക. സമ്പാദിക്കുന്നതോടൊപ്പം സംരക്ഷിക്കുകയും ആവശ്യമായിടത്തത് ശരിയായി വിനിയോഗിക്കുകയും വേണം. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. പരാജയത്തെ അവസാനമായി കാണാതെ അടുത്ത വിജയത്തിനുള്ള അനുഭവമായി കാണുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് ചാണക്യന്റെ ജീവിത ദർശനത്തിന്റെ കാതൽ അറിവ് നേടുക, സമയം വിലമതിക്കുക, ലക്ഷ്യം നിശ്ചയിക്കുക, സ്വയം നിയന്ത്രിക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവം പ്രവർത്തിക്കുക എന്നതാണ്.